നിയമപാഠം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. മാന്യ ശ്രോതാക്കൾക്ക് നിയമപാഠത്തിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് CR അജയ്കുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസിഗർ 107.8. നിയമപാഠം, നിയമവിജ്ഞാനം സാധാരണക്കാരിലെത്തിക്കാനുള്ള റേഡിയോ ബെൻസിഗറിൻ്റെ ഒരു എളിയ ശ്രമമാണ്. സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്ന ഒരു മേഖലയാണ് നിയമരംഗം എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണക്കാർ ആ രംഗത്തേക്ക് എത്തിച്ചേരണമെന്നുള്ള ദൃഢനിശ്ചയമാണ് ഈ പ്രോഗ്രാമിന് പിന്നിൽ. വിമല ഒരു സുന്ദരിയായ യുവതിയാണ്. വിമലയുടെ ഭർത്താവ് 4 വർഷമായി ഗൾഫിലാണ്. ഉടൻ അദ്ദേഹം തിരിച്ചു വരുമെന്ന് വിമലയ്ക്കറിയാം. സന്തോഷകരമാണ് വിമലയുടെ ജീവിതം. ഭർത്തൃ വീട്ടിൽ നിന്ന് കിട്ടുന്ന ചില്ലറ പ്രശ്നങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ മറ്റ് എല്ലാ തരത്തിലും വിമല സന്തോഷവതിയാണ്. ഇങ്ങനെ കഴിഞ്ഞു വരവെയാണ് ഒരു ദിവസം രാത്രിയിൽ യാദൃച്ഛികമായി വിമലയ്ക്കൊരു മിസ്ഡ് കോൾ വരുന്നത്. ദൂരെ ഏതോ സ്ഥലത്ത് നിന്ന് ആരോ ഒരാൾ ഒരു മിസ്ഡ് കോൾ വരുന്നു. മിസ്ഡ് കോൾ തിരിച്ചു വിളിക്കുന്ന വിമല അത് മാന്യനായ ഒരു ചെറുപ്പക്കാരനാണെന്ന് വിമല അറിയുന്നു. തുടർന്ന് വല്ലപ്പോഴുമൊക്കെ ആ മാന്യനായ ചെറുപ്പക്കാരൻ വിമലയെ വിളിക്കുവാൻ തുടങ്ങി. തുടർച്ചയായി വിളിയായി നല്ല ഒരു അടുപ്പമായി വളരെ ആഴത്തിലുള്ള ഒരു സൗഹൃദ ബന്ധം മാന്യനായ ചെറുപ്പക്കാരനും വിമലയും തമ്മിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മൊബൈൽ ഫോൺ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതികളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊബൈൽ ഫോണിലൂടെ വിമല ചെറുപ്പക്കാരനെ പരിചയപ്പെടുകയും ആ ബന്ധം ദൃഢമാകുകയും ചെയ്യുമ്പോൾ ചെറുപ്പക്കാരൻ പറയുന്നത് നമുക്കൊരു ദിവസം ഒന്ന് കണ്ടുമുട്ടണം. അങ്ങനെ വിമല ചെറുപ്പക്കാരനെ കാണാനായി നഗരത്തിലെ കോഫി ബാറിലെത്തുന്നു. അവിടെ വെച്ച് ചെറുപ്പക്കാരനെ കാണുന്നു. ആദ്യമായി കാണുകയാണ്. ഒരുപാട് നാളത്തെ സംഭാഷണങ്ങളുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതെല്ലാം കൂടി ഒന്നിച്ച് കാണുമ്പോൾ രണ്ടുപേരും പങ്കുവയ്ക്കുന്നു. സന്തോഷകരമായി പിരിയുന്നു. പിരിയുന്നതിന് മുമ്പ് ചെറുപ്പക്കാരൻ വിമലയോടൊപ്പം നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നു. കാര്യങ്ങൾ പോകുന്ന വഴി ശ്രദ്ധിക്കൂ. 1 മാസം കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരൻ്റെ ഒരു ഫോൺ വിമലയ്ക്ക് വരികയാണ്. അയാൾക്ക് അടിയന്തരമായി 5 ലക്ഷം രൂപ വേണം. വിമല പറഞ്ഞു, അത്രയും പൈസയൊന്നും എൻ്റെ കയ്യിലില്ല. അതുമാത്രമല്ല, മറ്റൊരാൾക്ക് പണം കൊടുക്കുന്നത് എൻ്റെ ഭർത്താവ് അറിയാതെ ഞാൻ ചെയ്യുന്നത് ശരിയല്ല. അത് ഞാൻ ഭർത്താവുമായിട്ട് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് വിമലയുടെ വില കൂടിയ മൊബൈലിലേക്ക് ഒരു ഫോട്ടോ വരുന്നത്. ആ ഫോട്ടോ അന്ന് ആ കോഫി ബാറിൽ വെച്ച് ചെറുപ്പക്കാരനും വിമലയും കൂടി ചേർന്നെടുത്ത ഫോട്ടോയായിരുന്നു. ആ ഫോട്ടോ കണ്ട വിമല അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അല്പവസ്ത്രധാരിണിയായി വളരെ മോശപ്പെട്ട രീതിയിലാണ് ഈ ഫോട്ടോയിൽ വിമല പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ചെറുപ്പക്കാരൻ്റെ ഭീഷണി തൊട്ടു പുറകെനെത്തി. ഈ ഫോട്ടോ നിൻ്റെ ഭർത്താവിനെ ഞാൻ ഏൽപ്പിക്കും. അപ്പോഴാണ് വിമല പറയുന്നത്, ഞാൻ ഇങ്ങനെയൊന്നുമല്ല നിങ്ങളോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തത്. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നന്നായല്ലേ നിന്നത്. നിങ്ങളിത് മോർഫ് ചെയ്തുണ്ടാക്കിയതാണെന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയാം, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത ആളുകളോട് പറയും, ഞാൻ പൈസ തരില്ല. അപ്പോഴാണ് ചെറുപ്പക്കാരൻ വീണ്ടും പറയുന്നത്, നീ ഞാൻ വിളിച്ചപ്പോൾ വന്നുവെന്നും എന്നോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തുവെന്നും എനിക്ക് നിൻ്റെ ഭർത്താവിനോട് പറയാൻ കഴിയും. എല്ലാ രാത്രികളിലും നമ്മൾ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ കോൾ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇത് നിൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് ഇതിനോടൊപ്പം മറ്റ് ഫോട്ടോകൾ കൂടി കാട്ടിയാൽ അയാൾ ഉറപ്പായും വിശ്വസിക്കും. വിമല ആകെ പ്രശ്നത്തിലായി. വിമല എവിടെ നിന്നൊക്കെയോ കുറച്ച് പൈസ സംഘടിപ്പിച്ച് 2 ലക്ഷം രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ദയവായി ഇനി എന്നെ ഉപദ്രവിക്കരുത്. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും ആവശ്യപ്പെടുന്നു, ഒരു 3 ലക്ഷം രൂപ കൂടി അടിയന്തരമായി വേണം. വിമല ആകെ തകർന്ന് നാശമായ അവസ്ഥയിലായി. ആരോടാണ് തൻ്റെ ദുഃഖങ്ങളൊന്ന് പറയുക? താൻ എന്താണ് ചെയ്യേണ്ടുന്നത്? വർത്തമാനകാലം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വിഷയങ്ങളിലൊന്നായ വിവര സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വിവര സാങ്കേതിക വിദ്യയുടെ ഉപയോഗം സുരക്ഷിതവും ഭദ്രവുമാക്കുവാനും നിയന്ത്രിക്കുവാനും വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിൽ 2000 നടപ്പിലാക്കിയ നിയമമാണ് വിവര സാങ്കേതിക നിയമം 2000. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ നിയമ നടപടികളും ശിക്ഷയും ഉറപ്പാക്കുന്ന നിയമങ്ങൾ ഇതിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. വിമലയുടെ പ്രശ്നം പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ വിഷയത്തിലേക്ക് മടങ്ങി വരാം.